ഗുജറാത്തിൽ കോൺഗ്രസ് നേതാക്കളിൽ ഒരു വിഭാഗം ബിജെപിയുമായി ഗൂഢാലോചന നടത്തുന്നുവെന്ന് രാഹുൽ ഗാന്ധി. അഹമ്മദാബാദിൽ നടന്ന പരിപാടിക്കിടെയാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. ജനങ്ങൾക്ക് ബിജെപിയുടെ ഒരു ബി ടീം വേണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. गुजरात की जो लीडरशिप है उसमें दो तरीके के लोग हैं, डिवीजन है. एक है जो जनता के साथ खड़ा है और जिसके दिल में कांग्रेस पार्टी की विचारधारा है, और दूसरा है जो जनता से कटा हुआ है और उसमें से आधे बीजेपी से मिले हैं. हमारे नेताओं को, और मैं इसमें अपने आप को भी जोड़ रहा हूं, हमारे नेताओं को गुजरात की जनता के बीच में घर में जाना पड़ेगा. സിബി ജോസഫ് ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. സിബി, ജനങ്ങൾക്ക് ബിജെപിയുടെ ഒരു ബി ടീം വേണ്ടെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. എങ്ങനെയാണ് വിവരങ്ങൾ? ഗുജറാത്തിലെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും മാത്രമല്ല, കോൺഗ്രസ് എന്നും ബി ജെ പിയുടെ ഒരു ബി ടീമാണെന്ന് ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി തന്നെ സമ്മതിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ അഹമ്മദാബാദിൽ നടത്തിയ കോൺഗ്രസിന്റെ ഒരു പാർട്ടി പരിപാടിയിലാണ് അദ്ദേഹം ഈ ഗുജറാത്തിലെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി ഗുജറാത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ വേണ്ടി കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ ഒരു കാരണം ചൂണ്ടിക്കാട്ടുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഈ അവിടെ കോൺഗ്രസ് നേതാക്കൾ പലരും അതിലൊരു വലിയ വിഭാഗം ബി ജെ പിയുമായി ഗൂഢാലോചന നടത്തുകയാണ്. പ്രത്യേകിച്ച് അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയുടെ ഒരു ബി ടീമായി പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരു ബി ടീം ഇവിടെ പാർട്ടിക്ക് ആവശ്യമില്ല എന്നുള്ളൊരു കാര്യമാണ് അവിടെ രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. കൂടാതെ മോശപ്പെട്ട ആളുകളെ ഒഴിവാക്കി പാർട്ടിയെ കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാവിധ പ്രവർത്തനം നടത്തുമെന്നും രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തു. ഗുജറാത്തിലെ ജനങ്ങളുമായിട്ട് നല്ല ബന്ധം കെട്ടിപ്പടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വിമർശനാത്മകമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുകയാണ്. എന്തായാലും അതിനുവേണ്ടി വലിയ പ്രവർത്തനം നടത്തുന്നു എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി പറയുമ്പോഴും ബി ജെ പിയുമായി ഒത്തുചേർന്ന് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ഗൂഢാലോചന നടത്തുകയാണ് കോൺഗ്രസിലുള്ള കാര്യം അദ്ദേഹം സമ്മതിക്കുന്നു. സ്വാഭാവികമായി നമുക്കറിയാം, പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കളെല്ലാം തന്നെ ഈ ബി ജെ പിയിലേക്ക് പോയ ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ബി ജെ പിയുടെ പല സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർ മുൻ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായിരുന്നു. ഇതെല്ലാം തന്നെയും അദ്ദേഹം ഈ കോൺഗ്രസ് ഇപ്പോൾ ബി ജെ പിയുടെ ബി ടീമായി മാറുന്നു എന്ന് സമ്മതിക്കുന്നത് സ്വാഭാവികമായും അത് പരസ്യമായി തന്നെ രാഹുൽ ഗാന്ധിക്ക് ഒരു പരിപാടിക്കിടെ സമ്മതിക്കേണ്ടി വരുന്നു. അത് മാത്രമല്ല, വലിയ വിമർശനമായി അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും രാഷ്ട്രീയമായ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കഴിഞ്ഞ 30 വർഷമായി ഗുജറാത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷ നിറവേറ്റാൻ കഴിയാത്ത കോൺഗ്രസ് എന്തുകൊണ്ട് ജോസഫാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.